ജമ്മു കശ്മീരിലെ കിഷ്ത്വാറിൽ മേഘവിസ്ഫോടനമുണ്ടായിരിക്കുന്നു. മിന്നൽ പ്രളയത്തിൽ ചഷോത്തി മേഖലയിൽ വ്യാപക നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. രക്ഷാപ്രവർത്തകർ പ്രദേശത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പ്രളയത്തിന്റെ കാഴ്ചകൾ, കെടുതികളൊക്കെ തന്നെ വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നു. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ വിവരങ്ങൾ കൂടി നമുക്ക് തേടാം. അർജുൻ പീതാംബരനുണ്ട്. അർജുൻ, ഉത്തരേന്ത്യയിൽ പലയിടങ്ങളിലും പല സംസ്ഥാനങ്ങളിലും മഴ കനക്കുന്നുണ്ട്. ഉത്തരാഖണ്ഡിലെ പ്രളയക്കെടുതി നേരിട്ട് കണ്ട് റിപ്പോർട്ട് ചെയ്ത ആളാണ് അർജുൻ പീതാംബരൻ. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള കിഷ്ത്വാർ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മേഘവിസ്ഫോടനവും തുടർന്നുണ്ടായിട്ടുള്ള മിന്നൽ പ്രളയം സംബന്ധിച്ചൊക്കെയുള്ള വിവരങ്ങൾ. പ്രജേഷ്, 10 മരണം ഉണ്ടായി എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പ്രാഥമികമായി വിലയിരുത്തപ്പെടുന്നത്. 10 മരണം എന്നുള്ള കാര്യം തന്നെയാണ് ചില പ്രാദേശിക മാധ്യമങ്ങൾ, ജമ്മു കാശ്മീരിലെ പ്രാദേശിക മാധ്യമങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. 20 മുതൽ 25 ആളുകൾക്ക് വരെ പരിക്കേറ്റിട്ടുമുണ്ട്. കിഷ്ത്വാറിൽ ചഷോട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ ഒരു തീർത്ഥാടന യാത്ര, മച്ചേൽ മാധ യാത്ര എന്ന് പറയുന്ന ഒരു തീർത്ഥാടന യാത്രയുടെ വഴിയുണ്ട്. ആ വഴിയിലാണ് ഈ മിന്നൽ പ്രളയം സംഭവിച്ചിരിക്കുന്നത്. ആ യാത്രയെല്ലാം തന്നെ, ആ തീർത്ഥാടന യാത്രയെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് 200 മുതൽ 300-നടുത്ത ആളുകൾ ഒറ്റപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു വിവരം കൂടിയാണ്. അതായത് ഈ പലയിടങ്ങളിലും റോഡും പാലവും തകർന്ന് അകപ്പെട്ടിട്ടുണ്ട്. 200 മുതൽ 300-ന് ഇടയിലുള്ള ആളുകൾ എന്നാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല SDRF ആണ് ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തിന് ഈ സ്ഥലത്തെത്തിയത്. പിന്നാലെ ജമ്മു കാശ്മീർ പോലീസും അതുപോലെ സൈന്യവും എത്തിയിട്ടുണ്ട്. ഇപ്പോൾ NDRFന്റെ അധിക സംഘങ്ങൾ കൂടി ഈ പ്രദേശത്തേക്ക് വരുന്നു. ഒപ്പം ഈ കിഷ്ത്വാറും അതിന് പുറത്തുള്ള ദോദയടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നും കൂടുതൽ ആംബുലൻസ് സംഘങ്ങളെയും ഇപ്പോൾ കിഷ്ത്വാറിലേക്ക്, പ്രത്യേകിച്ചും ഈ അപകടമുണ്ടായ മിന്നൽ പ്രളയവും അതുപോലെ മേഘവിസ്ഫോടനവും ഉണ്ടായിട്ടുള്ള ഈ ചഷോട്ടി എന്ന് പറയുന്ന മേഖലയിലേക്ക് ഇപ്പോൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ തിരച്ചിൽ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും വാഹനങ്ങളെല്ലാം തന്നെ മണ്ണ് കയറി മണ്ണിനടിയിൽ അകപ്പെട്ടിട്ടുണ്ട്. ചില വീടുകളും ഭാഗികമായി മണ്ണിനടിയിൽ അകപ്പെട്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിനകത്തെല്ലാം തിരച്ചിൽ നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ പരിക്കേറ്റ ആളുകളെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ, ശ്രമങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ്, അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കിഷ്ത്വാറിന് പുറത്തു നിന്നും കൂടി ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ആംബുലൻസ് സർവീസുകൾ ഈ ചഷോട്ടിയിലേക്ക്, പ്രത്യേകിച്ചും ഈ കിഷ്ത്വാറിലേക്കും എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ആ തീർത്ഥാടന യാത്ര നടക്കുന്നതിനിടയിലുള്ള പാലങ്ങൾ തകർന്ന് അവിടെ താൽക്കാലികമായി മരത്തിൻ്റെ എല്ലാം പാലങ്ങൾ പണിത് അതിലൂടെ തീർത്ഥാടകരെ സുരക്ഷിതമായിട്ടുള്ള സ്ഥാനങ്ങളിലേക്ക് നടത്തിക്കൊണ്ടുപോകുന്ന, പ്രത്യേകിച്ചും അത് സൈന്യത്തിൻ്റെയും ജമ്മു കാശ്മീർ പോലീസിൻ്റെയും നേതൃത്വത്തിലാണ്. അവർ തന്നെ ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ, ഈ തീർത്ഥാടകരെല്ലാം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നിന്നും അവരെ നടത്തി ഈ മരപ്പാലത്തിലൂടെ സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. എന്തായാലും